CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വിനോദയാത്രയ്ക്ക് പോയ മദ്രസ വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബസ് ഡിവൈഡറിൽ ഇടിച്ച് ഒരു വിദ്യാർത്ഥിനി മരിച്ചു. കൊണ്ടോഴി സ്വദേശി കർളിക്കാടൻ മുജീബ് മകൾ 17 വയസ്സുള്ള ഫാത്തിമ ഹിബയാണ് മരിച്ചത്. പൊതുയിടങ്ങളിലെ ചർച്ചകളില്ലാതായതോടെ മതനിരപേക്ഷതയ്ക്ക് കോട്ടം സംഭവിച്ചുവെന്ന മുരളി പെരുന്നെല്ലി MLA. ചൂണ്ടൽ പഞ്ചായത്തിലെ 3-ാം വാർഡ് പാറന്നൂരിൽ ഗ്രാമോത്സവത്തിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. അക്കിക്കാവിൽ കാറുകൾ കൂട്ടിയിടിച്ച അപകടം, 4 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് ഭരണസമിതി വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷ വാർഡുകളെ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. കടവല്ലൂർ പഞ്ചായത്തിലെ കോട്ടൂൽ കുന്നിൽ നിന്നും ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി മണ്ണെടുക്കാൻ എത്തിയ ടോറസ് ലോറി ഞായറാഴ്ച രാത്രി 10 മണിയോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞു. പുന്നേർകുളം അണ്ടത്തോട് പെരിയമ്പലം 310 റോഡിൽ സാമൂഹ്യവിരുദ്ധരുടെ വിളയാട്ടം. ഡിവൈഎഫ്ഐ പുന്നേർകുളം വെസ്റ്റ് മേഖലാ സെക്രട്ടറി തെക്കൂട്ട് അൻസാറിന്റെ ഓട്ടോറിക്ഷ അടിച്ച് തകർത്തു. വെളിയങ്കോട് പൂക്കൈതക്കടവിൽ പ്രവർത്തിച്ചിരുന്ന ചേരിക്കൽ ബാലന്റെ ചായക്കട കത്തിനശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയായിരുന്നു സംഭവം. 92ാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായി തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ദിവ്യജ്യോതി പ്രയാണത്തിന് ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി. തിരുവാതിര മഹോത്സവത്തിന് ഒരുങ്ങി ചൊവ്വല്ലൂർ ശിവക്ഷേത്രം. ജനുവരി 2 മുതൽ 13 വരെയുള്ള ദിവസങ്ങളിലായാണ് തിരുവാതിര മഹോത്സവം നടക്കുന്നത്. കേച്ചേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഗുരുഭവനപുരം സാമൂഹ്യ സുരക്ഷാ ട്രസ്റ്റിന്റെ പെൻഷൻ പദ്ധതിയായ സ്പർശത്തിൽ നിന്നും കാട്ടകാമ്പാൽ സ്വദേശി എഴുത്തുപുരയ്ക്കൽ സുനിലിന് ആദ്യ മാസത്തെ പെൻഷൻ തുക കൈമാറി. ഓർമ്മയിലെ വന്നേരി തറവാട് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും അധ്യാപകരെ ആദരിക്കലും സംഘടിപ്പിച്ചു. IPC കുന്നംകുളം സെന്റർ 49ാമത് കൺവെൻഷൻ ജനുവരി 2 മുതൽ 5 വരെ പോർക്കുളം റഹബോത്ത് നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഡിവൈഎഫ്ഐ പന്നിത്തടം മേഖലാ ലിറ്ററേച്ചർ ഫെസ്റ്റ് എഴുത്തുകാരിയും അധ്യാപികയുമായ ദീപ നിശാന്ത് ഉദ്ഘാടനം ചെയ്തു. ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വില്ലേജ് കാർണിവൽ സംഘടിപ്പിച്ചു. വേലൂർ വോളി വാരിയേഴ്സ് 1ാമത് അഖില കേരള വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. സമാപന യോഗം വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. PC ഹമീദ് ഹാജി സ്മാരക ലൈബ്രറിയും കടപ്പുറം VHC NSS യൂണിറ്റും അഹല്യ ഫൌണ്ടേഷനും സംയുക്തമായി സൌജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. 2025-26 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി പോർക്കുളം പഞ്ചായത്തിൽ വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. ബാലസംഘത്തിന്റെ സ്ഥാപക ദിനത്തിന്റെ ഭാഗമായി അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന മുദ്രാവാക്യമുയർത്തി ചിറ്റാറ്റുകര മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുട്ടികളുടെ കാർണിവൽ സംഘടിപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡ് മെമ്പർ VP മൻസൂർ അലിയുടെ നേതൃത്വത്തിൽ അംഗൻവാടി കുട്ടികളുടെ ഉല്ലാസയാത്ര സംഘടിപ്പിച്ചു. മരത്തംകോട് മേരിമാതാ പള്ളി തിരുനാളിനോടനുബന്ധിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മേരിമാതാ ചർച്ചും പന്നിത്തടം DDRC ആഗ്ലസ് ഗൈനോസ്റ്റിക്കും സംയുക്തമായി സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ് നടത്തി. മരത്തംകോട് സ്കൂളിലെ NSS സപ്തദിന ക്യാമ്പിനോടനുബന്ധിച്ച് സുഹൃത കേരളം പദ്ധതിയുടെ ഭാഗമായി മരത്തംകോട് AKG നഗർ 106 നമ്പർ അംഗൻവാടി NSS വോളണ്ടിയർമാർ ചേർന്ന് നവീകരിച്ചു. ഇതോടെ CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.